എല്ലാവർക്കും ഈ വാതരോഗങ്ങൾ കൂടി വരികയാണ്. എസ്പെഷ്യലി ആമവാദം, അതേപോലെ തന്നെ സന്ധിവാദം, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസും ഓസ്റ്റിയോ ആർത്രൈറ്റിസും. ശരീരത്തിൽ യൂറിക് ആസിഡൊക്കെ കൂടിക്കഴിഞ്ഞാലും അത് നമ്മുടെ ജോയിൻസിനെ എഫക്റ്റ് ചെയ്തിട്ട് ഗൗട്ടി ആർത്രൈറ്റിസ് കണ്ടീഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ പലരും ഈ ഒരു ബുദ്ധിമുട്ട് വരുമ്പം ആദ്യം പെയിൻ കില്ലേഴ്സാണ് സജസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് കഴിക്കും, ആ വേദന ശമിപ്പിക്കും. ഇൻറ്റേർണലി ഉള്ള ബുദ്ധിമുട്ടുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം തന്നെ ഒന്നും ശ്രദ്ധിക്കാറുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ആർത്രൈറ്റിസ് രോഗികൾക്കുള്ള ഒരു സ്പെഷ്യൽ ഡയറ്റ് പ്ലാൻ, അല്ലെങ്കിൽ അവർ കഴിക്കേണ്ടതായിട്ടുള്ള ആഹാരങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. വാതരോഗങ്ങൾ വരുമ്പം എല്ലാവർക്കും ഒരു ശരീരം കംപ്ലീറ്റ് ആയിട്ടും ഒരു വീക്ക്നെസ് വരും, പെയിൻ വരും, സ്വെല്ലിങ് ബുദ്ധിമുട്ടുകളൊക്കെ വരും. വാതരോഗങ്ങളിൽ പല രീതിയിൽ നമുക്ക് പറയാം. അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്, സന്ധിവാദത്തിൻ്റെ പ്രശ്നം, അതേപോലെ തന്നെ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആമവാദത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഗൗട്ടി ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഈ പറഞ്ഞിട്ടുള്ള ആർത്രൈറ്റിസ് പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഈ ആർത്രൈറ്റിസ് വരിക എന്ന് പറയുമ്പോൾ അത് ജോയിൻസിൽ ഉണ്ടാകുന്ന വേറെ ടയർ ആവാം. അതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. സന്ധിവാദം എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മുടെ വലിയ ജോയിൻസിനെ എഫക്റ്റ് ചെയ്തിട്ട് അവിടെ തേയ്മാനം സംഭവിക്കുകയും ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആമവാദത്തിൻ്റെ പ്രശ്നം. ജോയിൻസ് എല്ലാം തടിച്ച് വീർത്ത്, ചെറിയ ജോയിൻസ് എല്ലാം തടിച്ച് വീർത്ത് സ്വെല്ലൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഗൗട്ടി ആർത്രൈറ്റിസ് എന്താണ്? ശരീരത്തിലെ യൂറിക് ആസിഡ് ലെവൽ കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് ജോയിൻസ് പോയി ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഗൗട്ടി ആർത്രൈറ്റിസ്. സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. നമ്മുടെ സോറിയാറ്റിക് കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആവട്ടെ, അത് നമ്മളെ ഗട്ടും ബ്രെയിൻ അതേപോലെ തന്നെ ജോയിൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർ റിലേഷൻഷിപ്പ് അവിടെ നമുക്ക് പറയാവുന്നതാണ്. ഗട്ടിലെ നല്ല ബാക്ടീരിയാസിൻ്റെ ഇംബാലൻസ് വരുമ്പോൾ അത് നമ്മുടെ ജോയിൻസിനെ എഫക്റ്റ് ചെയ്തിട്ട് പെയിൻ സ്വെല്ലിംഗ് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസുകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ ഈ ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി ഉൾപ്പെടുത്തേണ്ട ആഹാരങ്ങളെന്ന് പറയുമ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റാണ് ഉൾപ്പെടുത്തേണ്ടത്. അതിൽ ബെറീസ്, ഫ്രൂട്ട്സിൽ നിങ്ങൾക്ക് ബെറീസ് കഴിക്കാം. സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറീസ് പോലത്തെ ബെറീസ് നന്നായിട്ട് കഴിക്കുക. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ അത്യാവശ്യം കഴിക്കുക. അതിൽ നെല്ലിക്ക, ഓറഞ്ച്, മൊസമ്പി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. ഓയിൽസിൽ കൂടുതൽ ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ പ്രിഫർ ചെയ്യുക. റിഫൈൻഡ് ഓയിൽസ് കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നന്നായിട്ട് ജിഞ്ചർ ഉൾപ്പെടുത്തുക. ജിഞ്ചർ എന്ന് പറയുമ്പോൾ ഇഞ്ചി, അതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫാക്ടർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ജിഞ്ചർ ടീ ആയിട്ടും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. ദെൻ മഞ്ഞൾ നല്ലപോലെ ഉൾപ്പെടുത്തുക. അതും ഈ പറഞ്ഞിട്ടുള്ള കുർക്കുമിൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക്, ചെറു ചൂടുവെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ ശരീരത്തിലെ നീർക്കെട്ടുകൾ, വേദനകളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. ഇലക്കറികൾ ധാരാളം കഴിക്കുക. അത് ഫൈബർ റിച്ച് ആയതുകൊണ്ടും അയൺ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. നട്ട്സുകൾ ഒരു കോമ്പിനേഷൻ ഡെയിലി കഴിക്കുക. അതിൽ വാൽനട്ട് ഉൾപ്പെടുത്താം. 2-3 വാൽനട്ട്സ് കഴിക്കുക. ബദാം കഴിക്കാവുന്നതാണ്. ആൽമണ്ട്സ് ഒക്കെ നന്നായിട്ട് കഴിക്കുക. പിസ്ത നന്നായിട്ട് കഴിക്കുക. അത് സാൾട്ടഡ് അല്ലാത്ത, അതൊരു സാൾട്ടഡ് ഫോം ഇല്ലാത്ത രീതിയിലുള്ള പിസ്ത കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയാണ്. ദെൻ നന്നായിട്ട് ഈ പറഞ്ഞിട്ടുള്ള റേസിൻസ് കഴിക്കാം. അത് വെയിറ്റ് കുറയ്ക്കാനും വേദനകൾ കുറയ്ക്കാനും ശരീരത്തിലെ രക്തയോട്ടം കൂട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റ് ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഈ പറഞ്ഞിട്ടുള്ള ഇലക്കറികൾ ധാരാളം കഴിക്കുക. അതേപോലെ തന്നെ ഫ്രൂട്ട്സിൽ നിങ്ങൾക്ക് ബെറീസൊക്കെ നന്നായിട്ട് കഴിക്കുക. പേരക്ക, ഓറഞ്ച്, മൊസമ്പി കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക. പൊമോഗ്രാനൈറ്റ് നന്നായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. വെജിറ്റബിൾസിലായാലും ഈ പറഞ്ഞിട്ടുള്ള കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാബേജ് ഒക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ആഹാരങ്ങൾ എന്ന് പറയുമ്പം പാൽ ഉൽപ്പന്നങ്ങൾ നന്നായിട്ട് കുറയ്ക്കുക. പാല് ഒരു ഇൻഫ്ലമേറ്ററി ഫാക്ടർ ആയതുകൊണ്ട് തന്നെ അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. നെയ്യ്, അതേപോലെ തന്നെ വെണ്ണ, ബട്ടർ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ ഈ തൈര്, മോര്, പഴങ്കഞ്ഞി, അച്ചാറുകളൊക്കെ നമ്മൾ ഗട്ട് ഫ്ലോർ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ദെൻ അതിനോടൊപ്പം തന്നെ ഒഴിവാക്കേണ്ടത് റെഡ് മീറ്റ് പോലത്തെ ആഹാരങ്ങൾ കുറയ്ക്കുക. മധുരപാനീയങ്ങൾ, ബേക്കറി പലഹാരങ്ങളൊക്കെ നന്നായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുക.
ഫ്രൈഡ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്, പ്രോസസ്ഡ് ചെയ്തിട്ടുള്ള ആഹാരങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതേപോലെ കൂടുതൽ മസാലാസ് ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ആഹാരങ്ങളും കുറയ്ക്കാൻ ശ്രമിക്കുക. അതേപോലെ ചായ, കാപ്പി അല്ലെങ്കിൽ കഫീൻ ആയിട്ടുള്ള ആഹാരങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുക. കൂടുതൽ ഗ്രീൻ ടീ പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ ജിഞ്ചർ ടീ ഒക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ്. ചെറിയ ചെറിയ ബോഡി മൂവ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ ഈ പറഞ്ഞിട്ടുള്ള വേദനകളൊക്കെ കുറയ്ക്കാവുന്നതാണ്. ഏതൊരു ആഹാരവും ചൂടാക്കിയിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. തണുത്ത പാനീയങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് വേദനയുള്ള ഭാഗത്ത് ചൂട് പിടിച്ചു കൊടുക്കാം. ഹോട്ട് ഓയിൽ മസാജസ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഇൻഫ്ലമേഷൻസും സ്വെല്ലിങ് കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്